ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പാലൂരി വീട്ടിലാണ് കേട്ടോ. പാലൂരി വീട്ടിൽ ഇതാ രാവിലെ തന്നെ ഞാൻ മുറ്റൊക്കെ തൂത്ത് വാരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലാവുമ്പോൾ നിങ്ങൾ മുറ്റടിക്കണമൊന്നും കാണലുണ്ടാവില്ല. കാരണം നമ്മളെ വീട് അവിടെ മുറ്റത്ത് സീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട കാരണം വല്ലാണ്ട് കച്ചറൊന്നും ഉണ്ടാവലില്ല കേട്ടോ. എന്നാലും ഷേജു ബേബി റയ്യു ബേബിയൊക്കെ പരത്തിയ കച്ചറകളും കുറച്ചൊക്കെ ഉണ്ടാവലുണ്ട്. അത് പിന്നെ ഉമ്മ ഉച്ചക്കൊക്കെ ഉമ്മയുടെ പണിയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് തൂത്ത് വാരും കേട്ടോ. അല്ലാതെ നല്ലോണം മുറ്റം നേരെ അടിച്ചു വാരേണ്ട സിറ്റുവേഷനൊന്നും ഇല്ല കേട്ടോ. ഇവിടെ പിന്നെ നല്ല അത്യാവശ്യം 4 പുറം മരങ്ങളും പച്ചപ്പും പുല്ലും പാടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നമ്മൾ മുറ്റടിക്കണ ദിവസം അപ്പോൾ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ റൂമൊക്കെ ഒന്ന് തട്ടിക്കൊട്ടാൻ വേണ്ടി വന്നിക്കാണ് കേട്ടോ. വല്ലാണ്ട് നമ്മളെ ഈ അലമാരയിൽ കുറേ ഡ്രസ്സുകളുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ വീട്ടിലത്തെ പോലെ തന്നെ അലമാര നല്ല ക്ലീനാക്കി വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അലമാര നമ്മളെ വീട്ടിലത്തെ പോലെ തന്നെ ക്ലീൻ ആക്കിയിടും, പിന്നെയും പഴയ പോലെ തന്നെ ആക്കാറ് കേട്ടോ. പിന്നെ നമ്മൾ വേണമെന്ന് കരുതിയാൽ നമ്മൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുക്കും. ആ ഡ്രസ്സ് ഒന്ന് എടുത്താൽ ഒന്ന് അലമ്പാവും. പിന്നെ ആ ഡ്രസ്സ് ഒന്ന് നല്ല നീറ്റാക്കിയിട്ട് വെക്കുക. നമ്മളിങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ 24 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ അലമാര നല്ല നീറ്റാവും കേട്ടോ. പിന്നെ നമ്മൾ ഈ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ നമ്മൾ ഓരോന്ന് എടുക്കുക, പിന്നെ എടുക്കുക എന്നൊക്കെ ആവുമ്പോൾ അത് ചീത്തയായിട്ട് തന്നെ കിടക്കും. അപ്പോൾ അതൊക്കെ നീറ്റാക്കി വെച്ചിട്ട് നമ്മളെ റൂമിൻ്റെ വാതിലും സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലോണം തൂത്ത് വാരട്ടോ. ഒന്ന് തട്ടിക്കൊട്ടുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് തട്ടിക്കൊട്ടാൻ വേണ്ടി നിന്നിട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ ജനലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് മാറാലും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയിട്ട് പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് നമ്മൾ അന്ന് പോകുമ്പോൾ പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചതാണ്. പിന്നെ വന്നപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ അത് ഊരിയിട്ട് ഒന്ന് നല്ലോണം കൊട്ടി. പിന്നെ നമ്മൾ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യണ ഒരു കട്ടിലാണ്. നമ്മളെ സാധാ കട്ടിലല്ല, നമ്മളെ ചൂലൊന്നും ആ കട്ടിലിട്ട ഭാഗത്തേക്ക് അതിൻ്റെ അടിയിലേക്കൊന്നും പോവാത്ത തരത്തിലുള്ളൊരു കട്ടിലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ പൊടി ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പൊടി അവിടെ കിടക്കുന്നല്ലാതെ നമുക്കത് ക്ലീൻ ആക്കാൻ പറ്റില്ല കേട്ടോ. ക്ലീൻ ആക്കാൻ പറ്റും. ഞാൻ ക്ലീൻ ആക്കലുണ്ട്. അതിനായിട്ട് മെനക്കെട്ടിട്ട് നമ്മൾ പാറാലത്തോട്ടിയും ചോലും ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഒരു കൊട്ടക്കുള്ള പൊടി അതിൻ്റെ അടിയിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ ബെഡൊക്കെ ഒന്ന് കൊട്ടിയിട്ട് സൈഡൊക്കെ ഒന്ന് കൊട്ടിയിട്ട് നമ്മൾ പഴയ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് പുതിയ ബെഡ്ഷീറ്റ് ഇട്ടു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് പുതപ്പുകളും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ പോകുമ്പോൾ ഇവിടെ നല്ല മടക്കി നീറ്റാക്കി വെക്കണേ കേട്ടോ. പക്ഷെ നമ്മൾ മക്കളൊക്കെ ഉള്ളതല്ലേ, നമ്മൾ ഇനിയിപ്പോൾ എത്ര നീറ്റാക്കി വെച്ചാലും പൊടി നല്ലോണം ഉണ്ടാവും. അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ലോണം നേരെ മടക്കി സെറ്റാക്കിയിട്ടോ. പിന്നെ നമുക്ക് ഇന്നൊരു നബിദിന പരിപാടി ഉണ്ട് കേട്ടോ. ഇനി നബിദിനത്തിന് അത് കുറച്ച് ദിവസമുള്ളൂ. ചൊവ്വാഴ്ച നമുക്ക് നബിദിനമാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ മുന്നേ നമുക്ക് ചെറിയൊരു നബിദിന പരിപാടിയും ദഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വേറെ വേറെ അല്ല, നമ്മൾ മദ്രസൊക്കെ ഒന്നുകൾ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ AP എന്നൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു മദ്രസേൻ്റെ നബിദിന പരിപാടിയായിട്ട് ഇന്ന്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേഗം ജസ്റ്റ് നമ്മളെ റൂമൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിയിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തു കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ ചായ കുടിക്കാൻ നിന്നില്ല. അപ്പോൾ അതിന് പിന്നെ ഉപ്പ വിളിച്ചറിഞ്ഞു, അവിടെ ആൾക്കാർ വന്നേക്കണു, നിങ്ങൾ വേഗം വന്നോളി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം ചായ ഒന്നും കുടിക്കാതെ വേഗം പോയിട്ടോ.
അങ്ങനെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ചായ ഒന്നും കുടിച്ചിട്ടില്ലാന്ന്. ഉമ്മ നല്ല പുട്ടും കടലക്കറി രാവിലെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനങ്ങനെ രാവിലെ എണീറ്റിട്ട് പിന്നെ മുറ്റടിച്ചോരി പിന്നെ നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടോ. നമുക്ക് നബിദിനം വരികയെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷമാണ് ട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള എന്താ പറയുക ഒരു സന്തോഷമുള്ള മാസമാണ് കേട്ടോ നമ്മൾ ഈ റബീഉൽ അവ്വൽ മാസം. നമുക്ക് എന്താ പറയുക മൗലൂദും പിന്നെ നല്ല മുത്തുനബി തങ്ങൾ നമ്മൾ അത്ര ഇഷ്ടപ്പെടേണ്ട സ്നേഹിക്കേണ്ട ഒരു മാസം കൂടിയാണ് ഈ റബീഉൽ അവ്വൽ മാസം. അപ്പോൾ ഈ ദഫ കണ്ട് വന്നപ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. നല്ല സന്തോഷമായിട്ട് മനസ്സിൽ. പിന്നെ ഷെയ്സു ബേബി ഇതാ രണ്ട് കയ്യിലും ചേരിനൊക്കെ വാങ്ങിയിട്ട് കേട്ടോ. നല്ല ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ചേരിനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആൾ രണ്ട് കയ്യിലെടുത്ത് വാങ്ങി. റയ്യാനൊക്കെ വാങ്ങിയിട്ടോ. നമ്മളതൊക്കെ എന്താണ് എടുത്തിട്ട് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ പിന്നെയും ചായ കുടിച്ചിട്ട് ഇതാ ക്ലീനിങ്ങിലേക്ക് തന്നെ വന്നു കേട്ടോ. ഞാൻ ഇവിടെ ക്ലീനിങ് ചെയ്യുമ്പോൾ ഉമ്മ ചോറും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഫുള്ളായിട്ടൊന്ന് തട്ടി കൊട്ടിയിട്ട് എല്ലാ ബെഡ്ഷീറ്റും ഒക്കെ നീറ്റാക്കി വെച്ചിട്ട് നല്ല അടിച്ചോരി സെറ്റാക്കി എടുത്തു കേട്ടോ. അടിച്ചോരി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക ഇവിടെ എന്ന് പറഞ്ഞാൽ അടിച്ചോരാൻ കുറേ സ്ഥലമുണ്ട് കേട്ടോ. നമ്മളെ വീട് പറഞ്ഞാൽ കുറച്ചൊന്ന് ഇടുങ്ങിങ്ങാണ്ടാണ്. ഇവിടെ പറഞ്ഞാൽ ഒരു തല മുതൽ ഒരു തല വരെ അടിച്ചോരി വൃത്തിയാക്കി തുടക്കാൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് നബിദിന പരിപാടി കാണാൻ പോയല്ലോ. അവിടെ തന്നെ നമുക്ക് മൗലൂദ് ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പ അപ്പം മൗലൂദിന് പോയിട്ട് ചേർണിയൊക്കെ കൊടുന്നീന്നു കേട്ടോ. ചേർണിയായിട്ട് നമുക്ക് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഉപ്പ 2-3 പൊതി കൊടുന്നീന്നു. അപ്പോൾ റയ്യാനും ഷാലും ഒക്കെ അങ്ങനെ ചിക്കൻ ബിരിയാണി കഴിച്ചു. പിന്നെ നമ്മളും അങ്ങനെ ചിക്കൻ ബിരിയാണി കഴിച്ചു കേട്ടോ. പിന്നെ നമ്മളെ നാത്തൂൻ ഇന്ന് വന്നീന്നു കേട്ടോ. താത്ത ഞാൻ വന്നു പറഞ്ഞാൽ അപ്പം വരും കേട്ടോ. ഞാൻ അല്ലെങ്കിൽ വിളിച്ച് ശല്യം ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിളിക്കാൻ നിൽക്കാതെ തന്നെ താത്ത വന്നിരിക്കുന്നു കേട്ടോ. കാരണം അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പരാതി പറയും. അപ്പോൾ താത്ത വന്നു. അങ്ങനെ നമ്മളെ ഉച്ചക്കത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്ത് ബേബിക്ക് നമ്മൾ കോറക്കുറുക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ താത്തായുടെ വകയായിട്ട് ഇന്ന് നമുക്ക് നല്ല ഷവർമ്മ ഒക്കെ താത്ത കൊടുന്ന് തന്നിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഷവർമ്മയും പാൽച്ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതാ ഷാലും റയ്യാനും പിന്നെ എല്ലാവരും നമ്മൾ ഷവർമ്മ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.